മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം മിസ്റ്റർ യോഹന്നാൻ അറിയിച്ചുകൊണ്ട് കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 5:19. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. CSS സഭയുടെ ജനറൽ സിസ്റ്റർ ജോസിയായോട് ഒരിക്കൽ എന്താണ് ഇത്ര ഡെഡിക്കേറ്റഡായി, ഇത്ര സമർപ്പിതമായി ഈ ശുശ്രൂഷയിൽ ഏർപ്പെടുവാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ പങ്കുവെച്ചത് ഓർക്കുകയാണ്, എൻ്റെ അപ്പന്റെയും അമ്മയുടെയും വിശ്വാസം. അപ്പൻ നിർബന്ധമായിട്ടും കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാത്ത ഒരു ദിവസം അവരെ പള്ളിയിൽ കൊണ്ടുപോകാനും പ്രാർത്ഥനാ ജീവിതം നയിക്കുവാനുമുള്ള ഒരു വലിയ തീക്ഷ്ണത ഞങ്ങൾക്ക് അപ്പൻ നേടിത്തരുകയായി. അത് കണ്ട് ഞങ്ങളുടെ മനസ്സുകൾ സ്വാധീനിക്കപ്പെട്ടു. അങ്ങനെ ഞങ്ങളെല്ലാവരും തന്നെ കർത്താവിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ അപ്പന്റെ ജീവിതമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ മാതൃക. ഇന്ന് പലപ്പോഴും ഈ മാതൃക നമ്മുടെ ഭവനങ്ങളിൽ നഷ്ടപ്പെടുന്നില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് കൈവിട്ടു പോകുന്നില്ലേ? നമ്മുടെ ജീവിതം നമുക്ക് പോകുന്ന വഴി പോകുന്നു, അവനൊക്കെ വേണമെങ്കിൽ പോട്ടെ, ഞാനതിനെ നിർബന്ധിക്കുന്നില്ല. ഇങ്ങനെയുള്ള മനോഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുട്ടികളും യുവാക്കളും ഒക്കെ പുലർത്തുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ ജീവിതത്തെ നമുക്ക് മാതൃകയാക്കുമ്പോൾ ദൈവം തന്ന മക്കൾക്ക് നമ്മൾ നമ്മുടെ കടമ നിർവഹിക്കുകയാണ്. എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.